നമസ്കാരം. കേരളം ഭരിക്കുന്നത് പാണക്കാട് തങ്ങളല്ല. പറയുന്നത് BJP നേതാവാണ്. വന്ദേ മാതരം ഗാനത്തിൻ്റെ പേരിൽ ഭീഷണി സ്വരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് BJP നേതാവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. കേരളത്തിൽ വന്ദേ മാതരം നാളെ സ്കൂളിൽ വന്ദേ മാതരം പാടണോ പാടണ്ടേ, അവർ വല്ലാത്തൊരു വിഷമത്തിലായിരുന്നു. ഇപ്പം ഇന്ന് ഗവൺമെൻറ് കുറിപ്പിറങ്ങിയിട്ടുണ്ട് സ്കൂളുകളിൽ വന്ദേ മാതരം പാടണ്ട എന്ന്. അതേസമയത്ത് പാർലമെൻറ്റിൽ വന്ദേ മാതരം രാജ്യസഭയിൽ ഇന്നലെ പാടിയ സമയത്ത് ഇവിടുന്ന് പോയിട്ടുള്ള സകല MP-മാരും അവിടെ ആദരവോടുകൂടി എഴുന്നേറ്റുന്നു. അതിൽ മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, എല്ലാവരും ഉണ്ട്. അതിനകത്ത് KC വേണുഗോപാലും ഉണ്ട്, അതിനകത്ത് രാഹുൽ ഗാന്ധിയുണ്ട്. അവർക്ക് അവിടെ എഴുന്നേറ്റ് വന്നു. അവരുടെ ആൾക്കാർ തന്നെയല്ലേ ഇവിടെയും ഭരിക്കുന്നത്, കോൺഗ്രസ്. അതിൻ്റെ മുഖ്യമന്ത്രിയാണല്ലോ അവിടെയുള്ളത്. അദ്ദേഹം പറഞ്ഞു ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, ഇവിടെ വന്ദേ മാതരം പാടേണ്ട ആവശ്യമില്ല. അങ്ങനെ വരുന്ന സമയത്ത് അത് കോൺഗ്രസിൻ്റെ അഭിപ്രായമല്ലെങ്കിൽ, കോൺഗ്രസിൻ്റെ അഭിപ്രായമാണെങ്കിൽ രാഹുൽ ഗാന്ധി ഇറങ്ങിപ്പോണ്ടേ, അത് രാഹുൽ ഗാന്ധി തല താഴ്ത്തി നിൽക്കണ്ടേ, അത് രാഹുൽ ഗാന്ധി എഴുന്നേറ്റ് നിൽക്കാതിരിക്കണ്ടേ, KC വേണുഗോപാൽ അടക്കം. അപ്പം അത് അവരുടെ നയമല്ല. വന്ദേ മാതരം ഞങ്ങൾ ജപിക്കില്ല എന്നുള്ളത്, അതിൽ പാടില്ല എന്നുള്ളത് കോൺഗ്രസിൻ്റെ നയമല്ല. പക്ഷെ ഇവിടെ കേരളത്തിൽ കോൺഗ്രസ് അങ്ങനെ ഒരു തീരുമാനമെടുത്തു, പാടണ്ട, വന്ദേ മാതരം വേണ്ട എന്ന് തീരുമാനമെടുത്തു. ആർക്കു വേണ്ടി? അങ്ങനെ ചോദ്യം വരുമല്ലോ. എല്ലാവർക്കും അറിയാം അത് മുസ്ലിം ലീഗിന് വേണ്ടിയിട്ടാണ്, എല്ലാവർക്കും അറിയാം. അവരങ്ങനെ ഒരു ഡിലമ്പയിലാണ്. പാടാതിരിക്കാനും പറ്റില്ല, പാടാനും പറ്റാത്തൊരവസ്ഥയിലാണ് അവരിയ്ക്കുന്നത്. അപ്പം ആയതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു പ്രസ്താവന വന്നിട്ടുള്ളത്. മറ്റേ പാണക്കാടൻ തങ്ങളല്ല കേരളം ഭരിക്കുന്നതെന്നൊരു പ്രസ്താവന വന്നിട്ടുള്ളത്. ദേശീയ പതാക ഉയർത്തുന്ന സമയത്ത് വന്ദേ മാതരം മുഴുവൻ പാടിയേ മതിയാകൂ എന്ന് BJP നേതാവ്. കേരളം ഭരിക്കുന്ന പാണക്കാട് തങ്ങളല്ലെന്നും വന്ദേ മാതരം പാടിയില്ലെങ്കിൽ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കും പറയുന്നത് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷാണ്. ദാറ്റ് മീൻസ് അത് BJPയുടെ പ്രസ്താവനയാണത്. സുരേഷ് എന്ന് പറയുന്ന അദ്ദേഹത്തിന് അത് ആയിട്ടൊരു പ്രസ്താവന ഇറക്കാൻ കഴിയില്ലല്ലോ. കൃത്യമായിട്ടും അത് പറഞ്ഞിട്ടുള്ളത് പാടിയില്ലെങ്കിൽ, വന്ദേ മാതരം പാടിയില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ മുൻപാണ് പറഞ്ഞിട്ടുള്ളത് കേരളം ഭരിക്കുന്നത് പാണക്കാട് തങ്ങളല്ലെന്ന്. വിദ്വേഷവും ഭീഷണിയും വെല്ലുവിളിയും നിറച്ച പ്രസംഗം അതിപ്പോൾ വിവാദമായിരിക്കാൻ സ്വാഭാവികമാണല്ലോ. പറയുന്ന കാര്യങ്ങൾ പല രൂപത്തിൽ പറയാം. ഞാനൊന്നും അത് ശീലിച്ചിട്ടില്ല കേട്ടോ. അപ്പം പക്ഷെ ഒരു രാഷ്ട്രീയ നേതാവാകുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ അങ്ങേയറ്റം വരെ എത്തുമല്ലോ കാര്യങ്ങൾ. അവർക്ക് പറയാം നിങ്ങളത് പാടണം, വന്ദേ മാതരം പാടണം, എല്ലായിടത്തും അത് പാടണ്ടല്ലോ, നിങ്ങളത് പാടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്, നമ്മൾ ഒറ്റപ്പെട്ട് പോവില്ല, എങ്ങനെയൊക്കെയും പറയാം. പക്ഷേ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഭവിഷ്യത്തുണ്ടാകും, അത് ഗുരുതരമായിരിക്കുമെന്ന്. വിദ്വേഷവും ഭീഷണിയും അതിൽ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുന്നുണ്ട്. നാളെ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്ന സമയത്ത് വന്ദേ മാതരം ആദ്യാവസാനം പാടാൻ VD സതീശൻ സർക്കാർ തയ്യാറാകണം, അതല്ലെങ്കിൽ ഭവിഷ്യത്തുണ്ടാകും. പറയുന്നത് ഇന്ത്യ ഭരിക്കുന്ന BJPയുടെ, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ കേരളത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് പറയുന്നത്. ശ്രീ സുരേഷാണ് അത് ഓർമ്മിപ്പിക്കുന്നത്. ഏതായാലും അത് പാടാൻ ഇവർ തയ്യാറായില്ലെങ്കിൽ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കുമെന്ന് VD സതീശനെ ഓർമ്മിപ്പിക്കുകയാണെന്നും നേരത്തെ പറഞ്ഞില്ല എന്ന് വേണ്ട എന്നർത്ഥം സുരേഷ് വെല്ലുവിളിക്കുന്നുണ്ട്. പ്രസംഗത്തിൽ മുസ്ലിം ലീഗിനെയും പാണക്കാട് കുടുംബത്തെയും കടന്നാക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. സുരേഷിൻ്റെ പ്രസംഗം കൃത്യമായിട്ട് ഇവിടെ എഴുതി ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിപ്രകാരമാണ്: നാളെ രാജ്യത്തിൻ്റെ 80ാമത് സ്വാതന്ത്ര്യ ദിനമാണ്. ആ സ്വാതന്ത്ര്യ ദിനത്തിൽ വന്ദേ മാതരം പാടണമെന്ന കാര്യത്തിൽ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന VD സതീശന് ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. VD സതീശനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, കേരളം ഭരിക്കുന്നത് പാണക്കാട് തങ്ങളല്ല. കേരളത്തിൽ നിലനിൽക്കുന്ന നിയമം ശരീഅത്തല്ല, ഇസ്ലാം നിയമങ്ങൾ
ശരിയത്ത് ലോകത്തിൽ ഒരു രാഷ്ട്രത്തിലും ഇല്ല, അത് വേറെ കാര്യം. കേരളത്തിൽ നിലനിൽക്കുന്ന നിയമം ശരിയത്തല്ല. ഡോക്ടർ BR അംബേദ്കർ തയ്യാറാക്കിയ ഇന്ത്യയുടെ ഭരണഘടനയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്, ഇന്ത്യയിലുമുള്ളത് എന്ന് മനസ്സിലാക്കിയാൽ നല്ലത്. ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രഗീതമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടുള്ള വന്ദേ മാതരം ആദ്യാവസാനം പാടണമെന്നുള്ളത് ഈ രാജ്യത്തിൻ്റെ നിയമമാണ്. ആ നിയമം അതേപടി പാലിക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തയ്യാറാവുകയാണ് വേണ്ടതെന്നും സുരേഷ് കൂട്ടത്തിൽ പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റിലുള്ള ഒരു വാക്ക് അത് അതേപോലെ ഞാൻ പറയുകയാണ്. പാണക്കാട്ട് തമ്പുരാൻ്റെ അനുഗ്രഹം വാങ്ങിയിട്ട് അദ്ദേഹം പറയുന്ന പോലെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഈ സ്ഥാനം രാജിവെച്ച് പാണക്കാടൻ്റെ അടിമപ്പണി ചെയ്യുന്നതാണ് VD സതീശന് നല്ലത് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ എഴുതിയിട്ടുള്ള കാര്യമാണത്. പാണക്കാട് തമ്പുരാൻ്റെ അനുഗ്രഹം വാങ്ങിയിട്ട് അദ്ദേഹം പറയുന്ന പോലെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഈ സ്ഥാനം, അതായത് മുഖ്യമന്ത്രി സ്ഥാനം, രാജിവെച്ച് പാണക്കാടിൻ്റെ അടിമപ്പണി ചെയ്യുന്നതാണ് VD സതീശന് നല്ലത് എന്നും സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി BJP ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പാണക്കാട്ടെ തങ്ങളുടെ കുടുംബം വലിയ മതേതര കുടുംബം എന്നൊക്കെയാണ് നമ്മൾ ഇതുവരെ കേട്ടിരുന്നത്. ഇന്ന് മുസ്ലിം ലീഗ് നേതൃത്വം നൽകുന്ന ഈ ഭരണകൂടം കേരളത്തിൽ ഭരണത്തിൽ വന്നതിന് ശേഷം, കേരളത്തിലെ ജനസംഖ്യ അനുപാതത്തിൽ ചില മാറ്റങ്ങൾ വന്നതിന് ശേഷം, കേരളത്തിലെ ജനസംഖ്യ അനുപാതത്തിൽ ചില മാറ്റങ്ങൾ വന്നു തുടങ്ങിയ ശേഷം പാണക്കാട് തങ്ങളുടെ കുടുംബത്തിൻ്റെ മതേതര മുഖത്തിന് വലിയ അവിടെയും മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് കേരളം മനസ്സിലാക്കണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. അതിൻ്റെ അർത്ഥം ഇപ്പോൾ മതേതരത്വമൊന്നുമില്ല എന്ന് തന്നെ. കേരളത്തിനെ മൊത്തത്തിൽ ശരീഅത്ത് പറയുന്ന രൂപത്തിൽ, ശരീഅത്ത് പറയാത്ത കാര്യങ്ങളിലൂടെ പാടില്ല, ശരീഅത്ത് അനുവദിക്കുന്ന കാര്യങ്ങളെ പാടുള്ളൂ എന്ന രീതിയിൽ കേരളത്തെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് BJP പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആയതുകൊണ്ടാണ് വന്ദേ മാതരത്തെ എതിർക്കുന്നത്. അതുകൊണ്ടാണ് സവർക്കറെ അപമാനിക്കാൻ ശ്രമിക്കുന്നത്. സവർക്കറുടെ പേരിൽ ഒരു ചോദ്യം തയ്യാറാക്കി അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അത്തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നത് ആരാണ്? ഇവിടുത്തെ പാണക്കാട് തങ്ങൾ കുടുംബത്തിന് ഈ പുതിയ അധികാരം കിട്ടിയപ്പോഴും കേരളത്തിൽ ജനസംഖ്യാനുപാതത്തിൽ വന്ന മാറ്റം കണ്ട് എന്തൊക്കെയോ ഈ കേരളത്തിൽ സാധിച്ചു കളയാം എന്നുള്ള വ്യാമോഹത്തിൽ നിന്നാണ് അവരിത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നും തൻ്റെ പ്രസംഗത്തിൽ സുരേഷ് കൂട്ടിച്ചേർക്കുകയുണ്ടായിട്ടുണ്ട്. ഏതായാലും ഇന്നലത്തെ രാജ്യസഭയിലാണോ ലോകസഭയിലാണെന്ന് അറിയില്ല, അത് രണ്ടും കൂടി ചേർന്ന് അങ്ങനെയുണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെ നരേന്ദ്രമോദി, അമിത്ഷാ, രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ അടക്കമുള്ള സകലമാന പേരും അവിടെ ഇരിക്കുമ്പോഴാണ് വന്ദേ മാതരം ചൊല്ലിയത്. അതും ഇന്ത്യ തന്നെയാണ്. ആ ഇന്ത്യയുടെ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഏറ്റവും മുന്തിയ ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള ലോകസഭയിൽ വന്ദേ മാതരം പാടിയ സമയത്ത് ഒരാൾ പോലും അതിൽ എതിർപ്പ് കാണിച്ചിട്ടില്ലല്ലോ. KC വേണുഗോപാൽ എണീറ്റ് നിന്നല്ലോ, മല്ലികാർജുൻ ഖാർഗെ എണീറ്റ് നിന്നല്ലോ, രാഹുൽ ഗാന്ധി എണീറ്റ് നിന്ന് ബഹുമാനിച്ചല്ലോ, BJPക്കാരെല്ലാവരും എണീറ്റ് നിന്ന് ബഹുമാനിച്ചല്ലോ. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ അതിന് കഴിയുന്നില്ല, കോൺഗ്രസ്സുകാർക്ക് പോലും കഴിയുന്നില്ല. എന്താണ് ഈ കാരണം? ആ ഒരു കാരണം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. കേരളത്തിന് അതിന് തടസ്സമുണ്ട്. ഹൈന്ദവ സംബന്ധിയായിട്ടുള്ള എല്ലാ കാര്യത്തെയും പ്രാകൃതമായിട്ട് കാണുന്ന, അവികലമായിട്ട് കാണുന്ന ഒരു കൂട്ടം ആൾക്കാർ, അതാണ് മതം പേറി നടക്കുന്ന ആൾക്കാർ. തലയ്ക്കകത്ത് മുഴുവൻ മതമാണ്. മതം കൊണ്ട് മതം പൊട്ടി നടക്കുന്ന ആളുകൾ. അവർക്ക് നിലവിളക്ക് കണ്ടു കഴിഞ്ഞാൽ പേടിയാണ്. അതുപോലെ തന്നെ സവർക്കറത് കേട്ട് കഴിഞ്ഞാൽ അവരുടെ തലയിൽ പെരുപ്പം അനുഭവപ്പെടും. പിന്നെ ഓണത്തെക്കുറിച്ച് വന്നിട്ടുണ്ട്. ഓണം ആഘോഷിക്കരുതെന്ന് ഏതൊരുത്തൻ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു തുപ്പിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. അതിന് കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അയാൾ ആരാണെന്ന് എനിക്കറിയില്ല. വളരെ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുരയ്ക്കുകയാണ് ചെയ്യുന്നത് ഓണം ആഘോഷിക്കരുത് പറഞ്ഞിട്ട്. അതൊരു ഉന്നത സ്ഥാനത്ത് നല്ലൊരു ഒതൻറ്റിക്കായിട്ടുള്ള സ്ഥാനത്ത് നിന്നല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇപ്പോൾ ഇവിടെ വന്ദേ മാതരം ആലപിക്കുന്നത്, വന്ദേ ഭാരതത്തിന് മുക്കാൽ മുറിച്ച് കളയണം, ബാക്കി കാലേ പാടുള്ളൂ എന്നൊക്കെയും പറഞ്ഞത് എന്താ അടിസ്ഥാനത്തിലാണ്? ഇത് ആവശ്യമില്ലാതെ ഒരു പാട്ട്, എത്രയോ പാട്ടുകൾ ഇവിടെ ഉണ്ട്, എത്രയോ മുസ്ലിങ്ങൾ അത് പാടുന്നു.
അതിലെത്രയോ സംസ്കൃത ശ്ലോകങ്ങളുണ്ട്, എത്ര സരസ്വതി വന്ദനാത്മകമായിട്ടുള്ള ശ്ലോകങ്ങളുണ്ട്, എത്രയെത്ര സ്ഥലങ്ങളിൽ മറ്റേ ഈ വന്ദേ മാതരം ഒബാമ പോലും അവിടെ നിന്ന് പാടിയിട്ടുണ്ട്. ഒബാമ മറ്റേ സംസ്കൃത ശ്ലോകങ്ങൾ അസതോമ സദ്ഗമയ തമസോമജോ എന്നിത്യാദി കാര്യങ്ങൾ. അപ്പം ആയതുകൊണ്ട് തന്നെ തുമ്മിയാ തെറിക്കുന്ന മൂക്കാണോ ഇസ്ലാം എന്നൊരു ചോദ്യമുണ്ട്. ഇവിടെ ഈ ഒരു എന്തായാലും പറയുക, നമ്മളുടെ ഈ വന്ദേ മാതരം ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ കുറേ വരികളിൽ ദേവീസ്തുതിയുണ്ട്. അത് മനസ്സിലേക്ക് ആവാഹിക്കേണ്ട ചെയ്താൽ പോരെ. ഇനിയിപ്പോൾ അത് മനസ്സിലേക്ക് ആവാഹിച്ചാൽ പൊട്ടിപ്പോകുന്നതാണ്, തെറിച്ച് പോകുന്ന മൂക്കാണ് ഇസ്ലാമെങ്കിൽ ആ സമയത്ത് നിന്നാൽ പോരെ, പാടുന്ന പോലെ നിന്നാൽ പോരെ. ഈ സമൂഹത്തിൻ്റെ വോട്ട് വാങ്ങിച്ച് സമൂഹത്തിൻ്റെ വക്താവായിട്ട് സമൂഹം കൊടുത്ത അധികാരം ദണ്ഡുമായിട്ടിരിക്കുമ്പോൾ ഞാൻ ആ സമൂഹത്തിൻ്റെ കാര്യം അംഗീകരിക്കില്ല, ഞാൻ ഈ സമൂഹത്തിൻ്റെ കാര്യം അംഗീകരിക്കുള്ളൂ എന്ന് പറയുന്നത് ശരിയല്ലാത്തൊരു പ്രവൃത്തിയല്ലേ വാസ്തവത്തിൽ? ഇത് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി വിളക്കുകൊളുത്താതെ വന്നപ്പോൾ ഞാൻ പറഞ്ഞത്. അതിൽ അദ്ദേഹം ആയതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ദേഷ്യം വന്നു. കാരണം ഏതെങ്കിലും തെമ്മാടി, രാഷ്ട്രീയ തെമ്മാടിയിൽ നിന്ന് അതുപോലെ ഒരാളല്ല കുഞ്ഞാലിക്കുട്ടി. അദ്ദേഹം വളരെ ടാക്റ്റ്ഫുള്ളാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പം എന്താണെന്ന് അറിയില്ല. പക്ഷേ പെരുമാറ്റം വളരെയധികം കുലീനമായിട്ടുള്ളൊരു പെരുമാറ്റമാണ്. അതുകൊണ്ട് ഈ സംഭവം അറിഞ്ഞുകൊണ്ട് തന്നെ സന്ദീപ് വാര്യർ മോഹൻ വിളിച്ചെന്നോട് പറഞ്ഞത്, സ്വാമി ഇത് ഞങ്ങൾക്കൊന്നും അറിയില്ല, സ്വാമി നമുക്ക് മുമ്പിൽ ഒന്ന് കാണണം, ഇങ്ങനെയാണ് അവർ പറഞ്ഞു. ഞാൻ അവിടെ വിളിച്ച് പറയാൻ കേട്ടോ എന്നും പറഞ്ഞു. പിന്നെ പോലീസുകാർക്ക് അവരുടേതായിട്ടുള്ള നടപടികൾ വേണമല്ലോ. ആ നടപടികൾ ചെയ്യുമ്പോൾ പ്രശ്നം തീരും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടൊരു കാര്യമല്ലേ ഇപ്പോൾ ഇവിടെ ലീഗുകാർ ചെയ്യേണ്ടത്? വന്ദേ മാതരമല്ലേ, നമുക്ക് പാടാം. ഇപ്പോൾ ഇവിടെ 57%. അപ്പോൾ റേഷ്യോ അനുസരിച്ച് നോക്കുമ്പോൾ പകുതിയിലടുത്തുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ആരും പാടരുത്, അവരുടെ വായ മൂടിക്കെട്ടിയിരിക്കുകയാണ്. വേണമെങ്കിലും പറയായിരുന്നു, ആവശ്യമുള്ളവർക്ക് വന്ദേ മാതരം പാടാം, ആവശ്യമില്ലാത്തവർക്ക് പാടാതിരിക്കാം, അത് നിങ്ങളുടെ തീരുമാനത്തിൽ വിട്ടിരിക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ ഇത്രയും പ്രശ്നമില്ല. ഇത് പാടരുത്, ഹാർഡ്ലി പോസിബിൾ. പാടിക്കഴിഞ്ഞാൽ നിയമമാണ്, പാടിക്കഴിഞ്ഞാൽ ശിക്ഷ പോലും ഉണ്ടാകും. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ വന്ദേ മാതരം പാടരുത് എന്ന് വി.ഡി. സതീശൻ ഇങ്ങനെ ഉത്തരവിറക്കിയിട്ടുള്ളത്. ഇവർ പറയേണ്ട ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ടെന്ന്, ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി പറയുന്ന പോലെയാണ് ഞങ്ങൾ തീരുമാനമെടുക്കുക. അപ്പോൾ ഇപ്പോൾ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യല്ലേ വേണ്ടത്? അങ്ങോട്ട് പാടട്ടെ. ഇനി ആ കമ്മിറ്റി തീരുമാനിക്കുകയാണ് അത് പാടണ്ട, അതിൽ ചില കാര്യങ്ങളുണ്ട്, അത് PM ശ്രീയുടെ കാര്യം. അതുപോലെ തന്നെ ഇതിനൊരു കമ്മിറ്റി വയ്ക്കാനില്ല, കമ്മിറ്റി കൂടിയിട്ട് തീരുമാനമായിട്ട് ആകട്ടെ. ഏതായാലും ഇപ്പോൾ തീരുമാനം നേരത്തെ തന്നെ എടുത്തു വച്ചിരിക്കുകയാണ്. വന്ദേ മാതരം പാടണ്ട. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ടൊരു വശം, വന്ദേ മാതരം എന്ന് പറഞ്ഞ ഗീതം അത് പാടുകയോ പാടാതിരിക്കുകയോ ചെയ്യുന്നതല്ല വലിയ പ്രശ്നം. കേന്ദ്ര ഗവൺമെൻറ് കഴിഞ്ഞ 10-12 വർഷങ്ങളായിട്ട് അവരാണ് ഭരിക്കുന്നത്. ഈ ടൈം അവർ കംപ്ലീറ്റ് ചെയ്യുമെന്ന് ഉറപ്പാണല്ലോ. അടുത്ത ടൈം മാൻഡേറ്റ് ഇന്നത്തെ നിലയിലാണെങ്കിൽ വേറൊരാൾക്ക് കൈയാളാൻ പറ്റാത്ത സാഹചര്യമാണ്. വീണ്ടും അത് നരേന്ദ്രമോദിയുടെ അതല്ലെങ്കിൽ BJPക്കാർ തന്നെയാണ് വരുന്നത്. ആയതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിൽ അനാവശ്യമായിട്ടുള്ള ചെറിയൊരു ഏറ്റുമുട്ടൽ അവോയ്ഡ് ചെയ്യുന്നതല്ലേ നല്ലത്. കാരണം ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സ്റ്റേറ്റുകളിൽ ഒന്നാണ് ഗോവ. കഴിഞ്ഞാൽ കേരളം തോന്നില്ല ചെറിയ സ്റ്റേറ്റാണ്. നമുക്ക് ആ തണലിലല്ലാതെ, ആ ആൽമര ചോട്ടിലല്ലാതെ ഈ തകരയ്ക്ക് വളരാൻ പറ്റില്ല. ആൽമര ചോട്ടത്തിൽ ഒന്നിനും വളർത്തില്ല. ഇനി വളരുകയാണെങ്കിൽ തന്നെ നിഴൽ വേണമല്ലോ. ആൽമരം പോട്ടെ, മറ്റേത് മരമാണെങ്കിൽ നിഴൽ വേണമല്ലോ. അതിന് കീഴിലല്ലേ വളരാൻ പറ്റുള്ളൂ. ആയതുകൊണ്ട് കേന്ദ്രത്തെ പ്രകോപിപ്പിക്കുന്ന ഒരു പരിപാടിയായി ഞങ്ങൾ വന്ദേ മാതരം പാടില്ല എന്ന് പറഞ്ഞത്. ആയതുകൊണ്ട് തന്നെ ഇനി വരുന്ന നാളുകളിൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടുന്ന വിഹിതം എന്നിത്യാദി കാര്യങ്ങൾ അതിനൊക്കെ അതുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജനറൽ സെക്രട്ടറി, കേരളത്തിൻ്റെ BJP ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് പറഞ്ഞത്, നിങ്ങളിത് പാടിയില്ലെങ്കിൽ ഭാവിയിൽ വരുന്ന കാര്യങ്ങൾ ഭവിഷ്യത്ത് അതീവ ഗുരുതരമായിരിക്കുമെന്ന് പറഞ്ഞ അതിൻ്റെ പേരിലാണ് ഇപ്പോൾ കേരളം വാസിൽ ഒറ്റപ്പെട്ടു നിൽക്കുകയാണ്. ഭാരതം വേറെ, കേരളം വേറെ എന്നൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അതിൻ്റെ ഉത്തരവാദികൾ ആരാണ്? അതിൻ്റെ ഉത്തരവാദികൾ മുസ്ലിം ലീഗ് എന്നിത്യാദി മുസ്ലിം ഡൊമിനേറ്റഡ് സംഘടനകളാണ്. അത് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നമ്മളുടെ BJPയുടെ ഔദ്യോഗിക നേതൃത്വം ഇപ്രകാരം പറഞ്ഞിട്ടുള്ളത്. വന്ദേ മാതരം ഗാനം പാടിയില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം പാണക്കാടിനാണ്. അദ്ദേഹം പറഞ്ഞുള്ള കേരളം ഭരിക്കുന്ന പാണക്കാട് തങ്ങളല്ല. ഇനി
പാണക്കാട് തങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഇവിടെ നടപ്പാക്കുള്ളൂ എങ്കിൽ വി.ഡി. സതീശനോട് പറഞ്ഞിട്ട് രാജിവെക്കൂ, പുറത്തു പോകൂ, എന്നിട്ട് പാണക്കാട് പോയിട്ട് അവരുടെ വിടുവേല ചെയ്യൂ എന്ന് വരെ പറഞ്ഞിരിക്കുകയാണ് അഡ്വക്കേറ്റ് സുരേഷ്. ഇത്ര നാളും പാണക്കാട് കുടുംബത്തെയും പാണക്കാട്ടിലെ ആൾക്കാരെയും മുസ്ലിം ലീഗിൻ്റെ ആളുകളെയൊക്കെ മുസ്ലിം ലീഗിൻ്റെ പേരുണ്ടെങ്കിലും മതേതരത്വത്തിൻ്റെ ആൾക്കാരെന്നാണ് വിശ്വസിച്ച് പോന്നിരുന്നത്. ഇപ്പോൾ അതിന് മാറ്റം വന്നിട്ടുണ്ട്. അത് മതേതരത്വത്തിൻ്റെ പാർട്ടിയല്ല. സമയവും കാലം നോക്കിയിരിക്കുകയായിരുന്നു കപ്പിപ്പിടിക്കാൻ വേണ്ടിയിട്ട് മൊത്തം കേരളത്തിലെ കേരളമാക്കി മാറ്റാൻ വേണ്ടിയിട്ട്. മാറിക്കഴിഞ്ഞു കേട്ടോ, മാറിക്കഴിഞ്ഞു.